പാപവും പുരട്ടി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആ ശരീരത്തിൽ ഒരു തുള്ളി രക്തം മാറ്റി വയ്ക്കാതെ മുഴു രക്തവും മനുഷ്യരാശിക്ക് വേണ്ടി കാൽവരിയിൽ യേശു കാൽവരിയിൽ മരിച്ചു കിടക്കുമ്പോൾ തൊട്ടടുത്ത് നിന്ന ഒരു പടയാളി അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന കുന്തം കൊണ്ട് യേശുവിന്റെ വിലാപ്പുറത്ത് കുത്തിയിറക്കി. ആ കുത്തിയിറക്കിയ കുന്തം അതേ സ്പീഡിൽ അദ്ദേഹം വലിച്ചു കൊടുത്തു. തിരുവനന്തപുരത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു, രക്തവും പിന്നെ വെള്ളവും പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ ശരീരത്തിൽ ഒന്നൊരു തുള്ളി രക്തം ബാക്കിയില്ല. മുഴു രക്തവും മനുഷ്യരാശിക്ക് വേണ്ടി യേശു കാൽവരിയിൽ വെച്ചു. അതേ പ്രിയരെ, അവിടുത്തെ കാൽവരിയിൽ മരിച്ച യേശുവിന്റെ ഡെഡ്ബോഡി അരിമത്തിലെ യോസഫ് എന്ന് പറയുന്ന അന്ന് മന്ത്രിയായിരുന്ന ഒരു മനുഷ്യൻ വെട്ടിയൊരുക്കി ക്രമപ്പെടുത്തി വച്ചിരുന്ന കല്ലറയിലാണ് യേശുവിനെ അടക്കം ചെയ്തത്. അവിടുന്ന് മുൻ പ്രഖ്യാപിച്ചതുപോലെ പ്രവാചകന്മാർ നൂറ്റാണ്ടുകളായി വിളിച്ചു പറഞ്ഞ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ 1, 2 എന്നെണ്ണി 3-ാമത്തെ ദിവസം യേശു ക്രിസ്തു ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേറ്റ യേശു തന്റെ അരിമശിഷ്യന്മാരെ അടുത്തടച്ച് അവരോട് അരുളി ചെയ്ത വചനമാണ്, പോകുവിൻ, ഭൂലോകത്തിലൊക്കെയും പോയി നിങ്ങൾ സകല സൃഷ്ടിയോടും ഈ സുവിശേഷം അറിയിക്കണം. വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഈ പ്രഭാഷണം ആരെയും അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രഭാഷണമല്ല. ഇങ്ങനെ തെരുവോരങ്ങളിൽ നിന്ന് വിളിച്ചു പറയും, ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, ഇല്ലെങ്കിൽ തള്ളിക്കളയാം. സ്വീകരിച്ചാൽ സ്വർഗതുല്യകരമായ സന്തോഷകരമായ ഒരു നല്ല ജീവിതം ഈ മണ്ണിൽ നിങ്ങൾക്ക് കാഴ്ചവെക്കുവാൻ കഴിയും. പോരാ, മരണത്തിനപ്പുറത്തുള്ള നിത്യതയിൽ യുഗായുഗം ദൈവത്തോടുകൂടെ വാഴുവാൻ സൗജന്യമായ അവസരം കിട്ടുകയാണ്. ഇതിനൊരു കാശ് കൊടുക്കണ്ട, ഒരു മുതൽ മുടക്കണ്ട, ഒരു നാഴിക നടക്കണ്ട. സഹോദരങ്ങളെ, എന്റെ ശബ്ദം കേൾക്കുന്ന ബഹുമാന്യ ശ്രോതാവേ, സഹോദരങ്ങളെ, നിങ്ങളെ ദൈവത്തിന് സ്നേഹിക്കുന്നു. കാരണം ബൈബിൾ പറയുകയാണ്, ഇത് വായിക്കുന്നവൻ ഭാഗ്യവാൻ, ഇത് വായിച്ചു കേൾക്കുന്നവൻ ഭാഗ്യവാൻ, ഇത് അനുസരിക്കുന്നവൻ ഭാഗ്യവാൻ. അങ്ങനെ അനുവാചകരെയും ശ്രോതാക്കളെയും ഒരുപോലെ ഭാഗ്യവാന്മാരാക്കി മാറ്റുന്ന ഒരു ലക്ഷന്റെ പദ്ധതിയുടെ പേരാണ് യേശു. നോക്കൂ, ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് താൽക്കാലികമാണ്, ശരീരമാണ്. അത് വേഗത്തിൽ തീരുന്നതാണ്. ഞങ്ങളിന്ന് രാവിലെ മുതൽ ഇങ്ങനെ സഞ്ചരിച്ച് ഈ പ്രഭാഷണം നടത്തി വരിക. നമ്മുടെ പോസ്റ്റിലൊക്കെ ചില ആൾക്കാരെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, ചിരിച്ചോണ്ടിരിക്കുന്നു. തൊട്ട് താഴെ വെച്ചിരിക്കുന്നു, ആദ്യം ചിരിച്ചോണ്ടിരിക്കുക, നല്ല മുഖം. പക്ഷെ അവരുടെ പ്രായം കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചങ്ങ തകർക്കുന്ന വിഷയമാണ്. 42, 33, 27 ഇങ്ങനൊക്കെയാ പ്രായം. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു മാങ്ങ ശിശുവിനെ സംബന്ധിച്ചു. മരിച്ചത് 25 വയസ്സുള്ള ഒരു പയ്യനാ. അവിടെ കസാലയിട്ടിരിക്കുന്ന അപ്പച്ചന്റെ പ്രായം 90 വയസ്സുള്ള അപ്പച്ചൻ അവിടെ കസാലയിലിരിക്കുന്നു. മരണപ്പെട്ടിരിക്കുന്നത് 25കാരൻ. നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോഴൊന്നും ഞാൻ മരിക്കത്തില്ലെന്നാ. എനിക്ക് പ്രായമായിട്ടില്ല, ഞാൻ ഇപ്പോഴും മരിക്കത്തില്ല. നിങ്ങൾ കേൾക്കണോ? കഴിഞ്ഞ ശനിയാഴ്ച എന്റെ ഒരു സുഹൃത്ത് സ്തുതിന് മരിച്ചു. പ്രായം 47. നല്ല ആരോഗ്യമുള്ളൊരു പയ്യൻ. ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടി ഷർട്ട് ഇസ്തിരി ഇട്ടുകൊണ്ടിരുന്നതാ. ഇസ്തിരിപ്പെട്ടിന്ന് ഷോക്കടിച്ചു, മരിച്ചു സൂര്യല്. അപ്പൊ ചില ആൾക്കാർ വിചാരം ഞാനിപ്പോഴൊന്നും മരിക്കത്തില്ലെന്നാ. നോക്കൂ, ഈ അടുത്ത സമയങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ആൾക്കാർ പെട്ടെന്ന് കുറഞ്ഞു വീഴങ്ങ് മരിക്കുക. ഒരു കാരണമില്ല, ചുമ്മാ അങ്ങ് മരിക്കുക. ഡോക്ടർമാർ അതിനെക്കുറിച്ച് പറയുന്നത് കോവിഡ് വന്നതിന് ശേഷമാണ് ആൾക്കാർ ഇങ്ങനെ മരിക്കുന്നത്. ഒരു കാര്യം പറയാം, കേവലം ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഈ ഭൂമി തീരുവാൻ വേണ്ടിയല്ല ദൈവം മനുഷ്യനെ 50-60 വയസ്സ് വരെ ഇവിടെ ജീവിച്ച് മരിച്ചു മാറ്റപ്പെടുവാനുള്ള ഒരു ജൈവരാസപിണ്ഡമല്ല മനുഷ്യൻ. അവന്റെ ഉള്ളിൽ വിലയേറിയൊരു ആത്മാവുണ്ട്. മരണം അവസാനമല്ല, മരണത്തിനപ്പുറത്തൊരു നിത്യത ദൈവം മനുഷ്യനെ നിയമിച്ചിരിക്കുന്നു.
മനുഷ്യന്റെ നിത്യത നിയമിക്കുന്ന പ്രഭാഷണമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഈ പ്രഭാഷണത്തിൽ ആഴവത്തോട് നിങ്ങൾ പുറംകാലം കൊണ്ട് തട്ടിക്കളയരുത്. നമ്മുടെ നിത്യത നിർണയിക്കുന്ന പ്രഭാഷണമാണിത്. പ്രിയമുള്ളവരെ, കർത്താവായ യേശു പാലസ്തീന്റെ മണ്ണിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും നിത്യതയെ പ്രവേശിക്കുന്നില്ല. ഞാൻ തന്നെയാണ് വഴി, സത്യം, ജീവൻ, എന്നിലൂടെ അല്ലാതെ ആരും നിത്യതയെ പ്രവേശിക്കുന്നില്ല. ആ കാര്യം പറഞ്ഞപ്പോൾ രസകരമായിരിക്കുന്ന ഒരു കാര്യം എനിക്ക് ഓർമ്മയിൽ വരുകയാണ്. നമ്മളിപ്പോ എന്ത് ബന്ധം വന്നാലും ആദ്യം ക്ഷണിക്കപ്പെട്ട വ്യക്തിക്ക് അയച്ചു കൊടുക്കുന്നത് ലൊക്കേഷൻ മാപ്പാണ്. ഈ ലൊക്കേഷൻ മാപ്പ് കണ്ടുപിടിച്ച ആളുടെ പേര് സുന്ദർദാസ് വിശാലി. അത് മനസ്സിലാക്കണം. അതിന്റെ കാരണം അദ്ദേഹം അമേരിക്കയിലെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലെ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് ഒരു ഫംഗ്ഷന് സംബന്ധിക്കണം. വൈകിട്ട് 7 മണിക്ക് അവിടെ എത്തണം. പോകുന്ന വഴിയിൽ വഴിതെറ്റി. രാത്രി 11 മണി വരെ ആ മനുഷ്യൻ വഴി തേടി നടന്നു. 11 മണിക്കാണ് അവിടെ എത്തിയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് കാറ്ററിംഗുകാരടക്കം പോയി. മടക്കയാത്രയിൽ ആ മനുഷ്യൻ വണ്ടിയിൽ ഇരുന്ന് വല്ലാതെ വേദനിച്ചു. അദ്ദേഹം പറഞ്ഞു, ദൈവമേ, എനിക്കിങ്ങനെ വഴി തെറ്റിയെങ്കിൽ ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ലോകത്തിൽ വഴി തെറ്റുന്നുണ്ട്. അതുകൊണ്ട് അതിനൊരു വഴി കണ്ടുപിടിക്കണം. അങ്ങനെ അദ്ദേഹം കണ്ടുപിടിച്ച സംഭവമാണ് ഗൂഗിൾ മാപ്പ്, ലൊക്കേഷൻ മാപ്പ്. നിങ്ങൾക്ക് കേൾക്കണമോ? എന്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞിടയ്ക്ക് ലൊക്കേഷൻ മാപ്പ് നോക്കിപ്പോയി മൂവാറ്റുപുഴ യാത്ര ചെയ്ത് പോയതാ. ഒരാളുടെ തൊഴുത്തിലാണ് പഠിക്കുന്നത്. വൈകിട്ടി മൂവാറ്റുപുഴ നടന്ന സംഭവം. തൊഴുത്തിൽ പോയി കയറി. പെട്ടെന്ന് പിന്നെ റോഡ് കാണാനില്ല. നോക്കിയപ്പോഴാ പശുക്കളെ കാണുന്നത്. പെട്ടെന്ന് ആ വീട്ടുകാർ ലൈറ്റ് ഇട്ട് ഇറങ്ങി വന്നു. ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഈ പാസ്റ്റർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് 2 കൈ കൂപ്പി പറഞ്ഞ്, എന്നോട് ക്ഷമിക്കണം, എനിക്ക് തെറ്റിപ്പോയി. അപ്പൊ ആ വീട്ടുകാർ പറഞ്ഞേക്കണം, പാസ്റ്റർ ക്ഷമയൊന്നും ചോദിക്കണ്ട, പാസ്റ്റർ 3ാമത്തെ ആളാണ്. അപ്പൊ ലൊക്കേഷൻ മാപ്പ് നോക്കിപ്പോയി പലരും വെള്ളത്തിച്ചാരുക. കഴിഞ്ഞിടയ്ക്ക് ഡോക്ടർ കുടുംബച്ചാരിയിട്ട് IMSക്കാരാ പറ്റിയത്. അതേ സഹോദരങ്ങളെ, ഈ ലോകത്തിലെ പലരും കണ്ടുപിടിച്ച വഴിയിലോ പഴമരെല്ലാം വെള്ളത്തിൽ വീണു. എന്നാൽ ഇന്ത്യക്ക് 2024 വർഷങ്ങൾക്കപ്പുറത്ത് പാലസ്തീന്റെ മണ്ണിൽ നിന്നുകൊണ്ട് യേശു വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴി, എന്നിലൂടെ എല്ലാവർക്കും നിത്യതയെ പ്രവേശിച്ചു. ആ വഴിയിലൂടെ മാർഗനിർദ്ദേശം തേടിയ ഒരു മനുഷ്യനും ഇന്നുവരെ വഴിയെത്തിയിട്ടില്ല. ഇനി തെറ്റുകയുമില്ല. ജീവിക്കുന്ന സാക്ഷികളായി ഒരു കൂട്ടം ചെറുപ്പക്കാർ ഈ വഴിയോരങ്ങളിൽ നിന്ന് വിളിച്ചു പറയുകയാണ്. നോക്കൂ, സുവിശേഷം ആരെയും ചതിക്കുന്നതല്ല. സുവിശേഷം എവിടെയെല്ലാം ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം മാറ്റത്തിന്റെ മാറ്റം ഒഴുകിയിട്ടുണ്ട്. സുവിശേഷം എവിടെയെല്ലാം ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം വിമോചനത്തിന്റെ ശംഖുനാദം ഒഴുകിയിട്ടുണ്ട്. സുവിശേഷം എവിടെയെല്ലാം ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം മതങ്ങൾ കുളിച്ച കുടിമാളത്തിൽ നിന്ന് മനുഷ്യനെ മാന്തിയെടുത്ത് മനുമുഖത്ത് വെച്ചു. അവർ മനുവരെ ആശയം പ്രത്യാശയും കരുതൽ വെച്ചു കൊടുക്കുന്ന മാർഗമാണ് സുവിശേഷം. മനുഷ്യൻ അക്ഷരം കണ്ടത്, അറിവിലേത്, അവനെ അറിഞ്ഞത്, അവൻ അറിയാൻ തുടങ്ങിയത്, അതിന്റെ പുറകിൽ വ്യാപരിച്ചത് സുവിശേഷമാണ്. സുവിശേഷത്തിലൂടെ മനുഷ്യൻ വളരുകയായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നോക്കൂ, നിങ്ങളെ ദൈവത്തിൽ സ്നേഹിക്കും. ഈ പ്രഭാഷണം ഒരു പ്രാവശ്യം പുറത്തെടുക്കുവാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചല്ലോ. അതിന്റെ കാരണം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഒരുപക്ഷെ ജീവിതം മരവിച്ച് എല്ലാ വഴികളും അടഞ്ഞ് മുൻപോട്ട് പോകുവാൻ എനിക്കൊരു വഴിയുമില്ല, ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നു. എനിക്ക് അതിനെ ഭാരപ്പെട്ട ആരെങ്കിലും ദൈവത്തെ കൈക്കോട് കാണുന്ന സഹോദര, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ബന്ധപ്പെട്ടില്ല, ഭാരപ്പെടല്ല. നിങ്ങളെ ചേർത്ത് പിടിക്കുവാൻ കഴിയുന്ന, നിങ്ങളെ മകക്കണച്ച് അനുഗ്രഹിക്കുവാൻ കഴിയുന്ന ഒരു നല്ല രക്ഷകനാണ് കർത്താവായ യേശു. രോഗികളായ ശരീരത്തിൽ ബലം അനുഭവിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ? യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കി. അതെ, അതുകൊണ്ട് ഭയപ്പെടേണ്ട. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മണിക്കൂറുകൾ പറയുവാൻ ആഗ്രഹമുണ്ടെങ്കിലും
ഞങ്ങൾ വെപ്രാളം പിടിച്ച് പറഞ്ഞ് അടുത്ത കവലയിലേക്ക് പോവുക. 10 പേര് അധികത്തിൽ അറിയണമെന്നൊരു വലിയ ആഗ്രഹം കിടക്കുകയാണ്. അതുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാരുടെ തലകളഞ്ഞൊരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ നിർത്താം. മറ്റൊരുത്തരിൽ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട ഏക മാർഗം കർത്താവായ യേശുവിന്റെ മാർഗമാണ്. ഈ മാർഗം എങ്ങനെ അനുഭവിക്കാൻ കഴിയും? സിമ്പിൾ പരിപാടിയാണ്. നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട്, ഇരിക്കുന്നിടത്ത് നിന്നുകൊണ്ട്, യേശുവേ, ഞാനൊരു പാപിയായ മനുഷ്യൻ, എന്നോട് കരുണ കാണിക്കണമേ, എന്നോട് മനസ്സറിയണമേ, എന്റെ ഹൃദയത്തിലേക്ക് വരണമേ, എന്റെ പാപക്കറകളെ മുഴുവനും കഴിക്കണമേ, എന്നെ അവിടുത്തെ മകനും മക്കൾ തീർക്കണം, എന്നോടും കരുണ കാണിക്കണമെന്നൊരു വാക്ക് ആത്മാർത്ഥമായി തങ്ങ് തട്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറായ നിങ്ങൾ ആരുമായിക്കോട്ടെ, നിങ്ങളുടെ പേരെന്തുമായിക്കോട്ടെ, നിങ്ങൾ എവിടെ എരിച്ചാളുമായിക്കോട്ടെ, സാരമില്ല. ആ നിമിഷം തന്നെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും അതെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് മാറുവാൻ കഴിയും. അതുകൊണ്ട് ഇതിന് കാശ് കൊടുക്കേണ്ട, മുതൽ കൊടുക്കേണ്ട, ഒരു നാഴിക നടക്കണ്ട. നിങ്ങളുടെ ഹൃദയം സമർപ്പിച്ചാൽ മതി. സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ അനുഭവിക്കട്ടെ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കാമെന്ന് വാക്കുകൾ നിർത്തുന്നു. നന്ദി. നല്ല നമസ്കാരം. താങ്ക് യു.